ഇവളിതുവരെ എണീറ്റില്ലേ? 8 മണി വരെ കിടന്നുറങ്ങിക്കോളി പെണ്ണ്. നിനക്കിന്ന് പോണ്ടേ? സമയത്രായിന്ന് കണ്ട. ഇവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് പോയി ഒരുങ്ങിട്ട് വാ. ഇന്ന് പോകുന്നില്ല. എന്റെ പൊന്നിനെ കെട്ടിപ്പിടിച്ച് നിന്ന് ചിണുങ്ങാതെ പോവണ്ണേ. സമയം ഒരുപാടായി. പെട്ടെന്ന് പോയി ഒരുങ്ങിട്ട് വാ. പോവണ്ണേ, പെട്ടെന്ന് ഒരുങ്ങിട്ട് വാ. റെഡിയായില്ലേ ഇതുവരെ? മക്കളെ ഒരെണ്ണം പെട്ടെന്ന് എടുത്ത് കഴിച്ചിട്ട് പോ. വേണ്ടമ്മേ, സമയം കഴിഞ്ഞു. ബസ് പോകും. ഞാൻ പോണെന്റെ ചക്കരമാലി. നീ ഒരെണ്ണം കഴിച്ചിട്ട് പോ. കൊള്ളാം. ഞാനിത് ആർക്ക് വേണ്ടിയാണ് ഇത്രയും രാവിലെ എണീച്ച് ഇതൊക്കെ ഉണ്ടാക്കിയത്? മക്കളെ ഒരെണ്ണം കഴിച്ചു. വേണ്ടമ്മേ, ഞാൻ പോണ്. ടാറ്റാ. കൊള്ളാം. ചോറ് പത്രോട് കൊണ്ടുപോ. ഓ സോറി അമ്മേ. ഈ പെണ്ണിന്റെ ഒരു കാര്യം. എത്ര നേരമായി അമ്മ നോക്കി? എന്റെ സുന്ദരി അമ്മ. മക്കൾ പോയി കുളിച്ച് ഡ്രസ് മാറി വാ. അമ്മ ചോറെടുത്ത് വയ്ക്കാമേ. കഴിക്ക്. നീ ആ കുന്തോ ഒന്ന് താഴെ വയ്ക്ക്. ഏത് നേരവും പോണ്. പെട്ടെന്ന് വരി കഴിക്ക്. ഈ പെണ്ണിത് എവിടെ പോയി? ചോറ് കഴിക്കാതെ. മോളെ, മോളെ, പെണ്ണെ, നീ തമാശ കാണിക്കാതെ കതക് തുറക്ക്. മോളെ വാ, ചോറ് കഴിക്കാം. മോളെ, എന്തു പറ്റി നിനക്ക്? ഈ കാര്യം പറയ്. എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നത്? മോളെ, മോളെ, മക്കളെ, എന്തിനു കരയണ? അമ്മ വാ, നമുക്ക് കഴിക്കാം. വിശക്കുന്നു. നീ ഓക്കെ ആയോ മക്കളെ? എന്റെ വിഷമൊക്കെ പോയോ? മക്കൾക്ക് എന്തെങ്കിലും സങ്കടം ഉണ്ടെങ്കിൽ അമ്മേരെ പറയണേ. ഇല്ലമ്മേ, ഞാൻ ഓക്കെയാ. വാ കഴിക്കാം. എനിക്ക് വിശക്കുന്നു എന്റെ സുന്ദരി. കൊറേ നേരം എല്ലാരും വിളിക്കുന്നു. ഞാൻ ഫോണൊന്നെടുക്ക്. അമ്മേ പ്ലീസ്, ഞാനൊന്ന് കിടന്നോട്ടെ. കൊറേ നേരമായി നിന്റെ ഈ കോപ്രായം കാണാൻ തുടങ്ങിട്ട്. ഒന്നുകിൽ നീ കാര്യം പറയണം. നിന്നെ ആരാ ഇങ്ങനെ വിളിക്കണത്? എന്താ നീ ഫോൺ എടുക്കാത്തത്? നീ എന്തെങ്കിലും ഒന്ന് പറയുന്നുണ്ടോ? എനിക്ക് പ്രാന്ത് വന്നാൽ ഞാൻ ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവും. അമ്മേ,
ഇതാ അമ്മേ. ഇതിന്റെ സീരിയസ് മനസ്സിലാകുന്നുണ്ടോ? ഈ ഫോട്ടോ പോലെ ഒരുപാട് എന്റെ കൈവശമുണ്ട്, വീഡിയോസ്. ഫോൺ എടുക്കാതിരുന്നാൽ എല്ലാം അവസാനിക്കുന്നത് വെറും മണ്ടത്തരമാണ്. ഞാൻ ഇനിയും വിളിക്കും. സഹകരിച്ചാൽ ഞാൻ എന്തും ചെയ്യും, സഹകരിച്ചില്ലെങ്കിലും എന്തും ചെയ്യും. എന്തും. മിടുക്കി. ഇതുപോലെ എപ്പോ വിളിച്ചാലും ഫോൺ എടുക്കണം. പിന്നെ ഇന്ന് കുറച്ച് കാശിന്റെ ആവശ്യമുണ്ട്. ഒരു 25,000 രൂപ. അത് റെഡിയാക്കി വെക്ക്. ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം. അമ്മേ, പൈസ കൊടുക്കാൻ പോവേണോ? വേണ്ടമ്മേ, നമുക്ക് അച്ഛനെ വിളിച്ച് പറയാം. വേണ്ട മോളെ, അച്ഛൻ അറിഞ്ഞ അവിടെ ചങ്ക് പൊട്ടിച്ചാവും. ഇത് തീരുവാണെങ്കിൽ അങ്ങ് തീരട്ടെ, നമുക്ക് പൈസ കൊടുക്കാം. വേണ്ടമ്മേ. അമ്മേ വേണ്ട. എന്ത് വന്നാലും ഞാൻ ഫേസ് ചെയ്യാം. നമുക്ക് പോലീസിൽ അറിയിക്കാം. പോലീസിൽ അറിയിക്കാന്നാണെങ്കിൽ ഈ ഫോട്ടോസും വീഡിയോസും എല്ലാ പോൺ സൈറ്റിൽ അപ്ലോഡ് ചെയ്യും, മറക്കണ്ട. ഇത്രയും പൈസ പെട്ടെന്ന് എവിടെ നൊപ്പിക്കും ഈശ്വര? അമ്മേ, നമുക്ക് അച്ഛനെ വിളിച്ച് പറയാം. അച്ഛൻ എന്തെങ്കിലും വഴി കാണും. ഇതറിഞ്ഞ അച്ഛൻ എന്ത് സംഭവിക്കും മോളെ? ഇതൊന്നും ആ മനുഷ്യനെ കൊണ്ട് താങ്ങാൻ പറ്റൂല. പറയടേ, എന്താ രാവിലെ? എത്ര? ഓക്കെ, ഞാൻ ഗൂഗിൾ പേ ചെയ്തേ ഇപ്പം തന്നെ. ഇവൾക്ക് എന്താ എത്ര പൈസയുടെ ആവശ്യം? എന്താ ആയിക്കോട്ടെ.
റെഡിയായോ? ഇല്ല, കുറച്ച് സമയം കൂടെ എടുക്കും. ഓക്കെ, ഉച്ചയ്ക്ക് 1 മണിക്ക് ഞാൻ വിളിക്കാം. അപ്പോൾ പറയാം പൈസ എങ്ങനെ തരണമെന്ന്. എടുക്ക്. എന്തായി? പൈസ റെഡിയായില്ലേ? റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഞാൻ പറയും പോലെ കേൾക്കണം. ഇങ്ങോട്ട് ചോദ്യങ്ങളൊന്നും വേണ്ട. പൈസയുമായി ഗേറ്റിന് പുറത്തിറങ്ങണം. എന്നിട്ട് ഇടത്തോട്ട് നടക്കണം. അവിടെ സൈഡിലായി ഒരു ചുമന്ന ബൈക്ക് വെച്ചു. അതിൽ തൂക്കിയിട്ടേക്കുന്ന കവറിൽ പൈസ വയ്ക്കണം. മറ്റൊന്നും ശ്രദ്ധിക്കണ്ട. നേരെ തിരിച്ച് വീട്ടിൽ പൊക്കോ. അറിയാലോ, മോളുടെ ഭാവി എൻ്റെ കയ്യിലാണ്. ഇന്ന് രാത്രി ഒരു വണ്ടി വരും. അതിൽ നീ ഒന്ന് കയറി വരണം. നിങ്ങൾ പറഞ്ഞ പൈസ നമ്മൾ തന്നതല്ലേ? ഇനിയും ഉപദ്രവിക്കരുത് പ്ലീസ്. ഇനി എത്ര വേണോ പൈസ തരാം. എൻ്റെ മകളുടെ ജീവിതം ഇല്ലാതാക്കരുത്. അപ്പോൾ അമ്മയാണോ? ഗുഡ്. കാര്യങ്ങൾ തുറന്നു പറയാം. നിന്റെ മകൾ ഇന്ന് എൻ്റെ കൂടെ. അത് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഉപദ്രവം ഉണ്ടായില്ല. നിങ്ങൾ ആരാണെന്ന് എനിക്കറിയില്ല. ഇതൊരു അമ്മയുടെ അപേക്ഷയായിട്ട് കണക്കാക്കണം. അമ്മ ഈ ലോകത്ത് ഞാൻ ഏറ്റവും വെറുക്കുന്ന വാക്ക്. എന്റെ 10ാം വയസ്സിൽ എന്നെയും എന്റെ അച്ഛനെയും കളഞ്ഞിട്ട് കാമമൂത്ത് കാമുവന്റെ കൂടെ പോയ വൃത്തികെട്ടവൾ. ഈ ലോകത്തുള്ള എല്ലാ സ്ത്രീകളും വൃത്തികെട്ടവരാണ്. എല്ലാത്തിനെയും കൊല്ലും ഞാൻ. അമ്മേ, ഞാൻ പറഞ്ഞതല്ലേ അച്ഛനോട് പറയാന്ന്. കേട്ടില്ല. നമുക്ക് പോലീസിൽ പരാതി കൊടുക്കാം. അവ എന്ത് ചെയ്താലും ഞാൻ ഫേസ് ചെയ്യാം. ഇനി നമ്മളെ കൊണ്ട് പറ്റില്ലമ്മേ. പോലീസിൽ വേണ്ട മോളെ. അവൻ എന്തെങ്കിലും കടുംകൈ ചെയ്താൽ പിന്നെ നമ്മളെല്ലാവരും കൂടെ മരിക്കുന്നതാണ് നല്ലത്. ഞാൻ എന്തായാലും മനോജിനെ വിളിക്കും. പിടി. ഹലോ, എന്താണ് പ്രശ്നം? എടാ, ഒരു പയ്യൻ അവളെ ഫോട്ടോ എടുത്ത് ഫോണിലേക്ക് അയച്ച്. ഇപ്പൊ അവൻ പൈസ ആവശ്യപ്പെടുകയാണ്. പൈസ അവന് 25,000 നിന്റെ നിന്ന് വാങ്ങിക്കൊടുത്തല്ലോ. നിങ്ങൾ ചെയ്ത വലിയ മണ്ടത്തരമായി. അപ്പോഴേ എന്നെ അളിയനെ വിളിച്ച് പറഞ്ഞിരുന്നെങ്കിൽ കാര്യം ഇത്ര വഷളാകില്ലായിരുന്നു. ഞാൻ അമ്മയോട് പറഞ്ഞതാ മാമ, അമ്മ കേട്ടില്ല. അല്ലടാ, അപ്പോഴത്തെ അവസ്ഥയിൽ ഞാൻ ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ എന്താണ് അവൻ്റെ ആവശ്യം? ഇപ്പൊ അവൻ അവളെ തന്നെ ആവശ്യപ്പെടുകയാണ്. എൻ്റെ കുഞ്ഞിനെ. പാട്ടി കൂടെ വിടാവന. ആ, അവനെ കാണിക്കാം.
ഹലോ. ആ ആ പറഞ്ഞോ. ഓക്കെ ഓക്കെ ഓക്കെ. ആ ഹലോ, കയറി വരൂ. ഓഹോ. ഏയ് ഷിറ്റ്. അവൻ ഇനിയിപ്പോൾ വിളിക്കുമെന്നാണ് പറഞ്ഞു. ഇല്ല, ആ നമ്പറിൽ അങ്ങോട്ട് വിളിച്ചു നോക്കിയോ? വിളിച്ചു നോക്കി, സ്വിച്ച് ഓഫ് ആണ്. ഓക്കെ. ആ നമ്പർ കിടത്തേ. ആ ഫോണിൽ ഈ നമ്പർ. ഹലോ, ഞാൻ സൗത്ത് എസ് ഐ സിദ്ധാർത്ഥ്. ഞാനിപ്പോൾ ഒരു നമ്പർ വാട്സപ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ്, ലൊക്കേഷൻ ഉൾപ്പെടെ ഇമ്മീഡിയറ്റ്ലി എനിക്ക് വേണം. ഓക്കെ, ശരി. നമുക്ക് അവനെ അങ്ങ് പൊക്കാൻ പറ്റില്ലേ? ആടെ പടലം അങ്ങ് പൂട്ടാൻ. അത് മണ്ടത്തരമാണ്. ആദ്യം ലൊക്കേഷൻ കണ്ടുപിടിക്കും. അവൻ ആ ഫോട്ടോസ് ഒന്നും അപ്ലോഡ് ചെയ്തില്ല എന്ന് ഉറപ്പാക്കണം. ഇല്ലെങ്കിൽ നമ്മൾ നശിപ്പിക്കണം. എങ്കിലേ സേഫ് ആവും. നിങ്ങൾ സമാധാനിക്ക്, ഒന്നും വരില്ല. ഇന്ന് രാത്രി കൊണ്ട് നമ്മളവനെ പൊക്കും, ഉറപ്പ്. പിന്നെ ഇനി അവൻ വിളിക്കുമ്പോൾ ഞാൻ പറയും പോലെ കാര്യങ്ങൾ പറഞ്ഞാൽ മതി. ലൗഡ് സ്പീക്കർ. എന്തു പറയുന്നു? ഇന്ന് 9 മണിയാകുമ്പോൾ വീടിന് മുന്നിൽ ഒരു മാരുതി എർട്ടിഗ വൈറ്റ് കാർ വരും. അതിൽ മകളെ കയറ്റി വിടുക. വെളുപ്പിന് ഇതിലേ കൊണ്ടെത്തിക്കും. മോളെ വിടുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. ആരെങ്കിലും കാണും. നിങ്ങൾക്കൊന്നും ഇങ്ങോട്ട് വന്നൂടെ? പറ്റില്ല, പറയുന്നത് കേട്ടാൽ മതി. പ്ലീസ്, ഇത്രയെങ്കിലും ഒരു സഹായം നിങ്ങൾ ചെയ്യണം. ഇവിടെ ചുറ്റിനും ആൾക്കാരാണ്. ഇങ്ങോട്ട് വന്നെങ്കിൽ. ഓക്കെ, സമ്മതിച്ചു. പിന്നെ ഒറ്റാനാണ് പ്ലാനെങ്കിൽ നാളെ നിൻ്റെ മോളെ ഈ ലോകത്ത് ഞാൻ വൈറലാണ്. ഓക്കെ, ഞാൻ വരാം. രാത്രി 9 മണി. ഹലോ. ആ പറയൂ സൂരജ്. ആ ഓക്കെ ഓക്കെ, ഞാൻ നോക്കിക്കോളാം. ഓക്കെ, നീ വാ, നമുക്കിടം വരെ പോകണം. കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. വാ, നമ്മൾ പോയിട്ട് വരാം.
അടുക്കരുത്, കൊല്ലും ഞാൻ. എൻ്റെ അടുത്ത് വരരുത്. ആരാണെന്ന് നോക്കില്ല, കൊന്നുകളയും ഞാൻ. വരരുത്. എന്നാ നീ ആദ്യം എന്നെ കൊല്ലടാ. അയ്യോ അച്ഛൻ, കൊല്ലടാ. അടുക്കരുത്. അച്ഛനാണെന്ന് കൊല്ലടാ. നോക്കൂല, കൊല്ലും ഞാൻ. ആ വാടാ, നിനക്ക് ഫോട്ടോസ് അല്ലേ? ഹ. പിടിച്ചോ, ഇങ്ങോട്ട് നിക്കടാ. നടക്കടാ. ഹ. വച്ചോ, നടക്കടാ. എൻ്റെ മകൻ ചെയ്ത തെറ്റിന് ഒരച്ഛൻ എന്ന നിലയ്ക്ക് ഞാൻ മാപ്പ് ചോദിക്കുന്നു. നോക്ക്,